നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തിയതിനെ തുടർന്ന് പശ്ചിമേഷ്യ കടുത്ത ആശങ്കയിൽ തന്നെയാണ്. പിന്നാലെയാണ് ഖമേനിയുടെ മരണവും കൂടി സ്ഥിരീകരിച്ചതോടുകൂടി സംഭവ ബഹുലമായിരിക്കുന്നു. മലയാളികളടക്കം തിങ്ങിപ്പാർക്കുന്ന ഗൾഫ് മേഖലയിൽ ഇതിനോടകം തന്നെ പലയിടങ്ങളും കത്തിച്ചാമ്പലാവുകയും ഭാഗികമായി കത്തിക്കരിഞ്ഞ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇറാൻ തിരിച്ചാക്രമിച്ചതോടെ ലോകം മറ്റൊരു വലിയ യുദ്ധഭീതിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഏറ്റവും ശക്തമായ സൈനിക ശേഷിയുള്ള രാജ്യങ്ങളാണ് ഏറ്റുമുട്ടുന്നത്. ഇതിനിടെ അന്തരിച്ച ബൾഗേറിയൻ ജ്യോതിഷി ബാബ വാങ്കയുടെ പ്രവചനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. 2026 മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമെന്ന് ബാബ വാങ്ക പ്രവചിച്ചിട്ടുണ്ട്. ഈ സൈനിക ആക്രമണങ്ങൾ അതിന്റെ തുടക്കമാണ് എന്ന് പലരും പറയുന്നുമുണ്ട്. 2026 തുടക്കത്തിൽ കിഴക്കുനിന്നും ഒരു മഹായുദ്ധം ഗ്രേറ്റ് വാർ ആരംഭിക്കുമെന്ന് വാങ്ക പ്രവചിച്ചിരുന്നതായി അവരുടെ അനുയായികൾ അവകാശപ്പെടുന്നു. ഇതിനെ ഏറ്റുപിടിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. 1996 അന്തരിച്ച ബൾഗേറിയൻ പ്രവാചകയായ വാങ്ക 2026 തുടക്കത്തിൽ ലോകത്തെ പിടിച്ചുകുലുക്കുന്ന ഒരു വലിയ യുദ്ധം ഉണ്ടാകുമെന്ന് നേരത്തെ പ്രവചിച്ചിരുന്നതായും ആ യുദ്ധത്തിനാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത് എന്നും തരത്തിലുമാണ് സമൂഹ മാധ്യമങ്ങളിലെ ചർച്ച. പ്രവചന പ്രകാരം ഈ യുദ്ധം യൂറോപ്പിനെതിരെയായിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുക എന്നും അവിടുത്തെ ഭൂമി പാഴ്നിലമായി മാറുമെന്നും വാങ്ക പ്രവചിച്ചു കഴിഞ്ഞു. ഈ സംഘർഷങ്ങൾക്കൊടുവിൽ റഷ്യ ലോകത്തെ പ്രധാന ശക്തിയായി മാറുമെന്നും പ്രവചനത്തിൽ ഉണ്ട്. ഈ സംഘർഷം ക്രമേണ ലോകമെമ്പാടും പടരാൻ സാധ്യതയുണ്ട് എന്ന് വാങ്കയുടെ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നു. കിഴക്ക് നിന്ന് ആരംഭിക്കുന്ന സംഘർഷം മഹായുദ്ധത്തിലേക്ക് നയിക്കുമെന്നാണ് വാങ്ക പ്രവചിച്ചിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ ആക്രമണം നടത്തുമ്പോൾ വാങ്കയുടെ പ്രവചനം കൂടുതൽ ചർച്ചയാവുകയാണ്. നിലവിലെ ആക്രമണങ്ങൾ ലോകമെമ്പാടും വ്യാപിപ്പിക്കുമെന്നും മഹായുദ്ധത്തിലേക്ക് എത്തുമെന്നുമാണ് വാങ്ക പ്രവചിച്ചത്. മറ്റ് രാജ്യങ്ങൾ കൂടി ഈ ആക്രമണത്തിൽ പിന്തുണ പ്രഖ്യാപിക്കുന്നതോടെ ഇത് വലിയ യുദ്ധത്തിലേക്ക് നയിക്കുമെന്നും പലരും കരുതുന്നു. ആരാണ് ബാബ വാങ്ക? വാങ്കേലിയ പാഡേവ ഗുഷ്ടെറോവ എന്നാണ് ബാബ വാങ്കയുടെ യഥാർത്ഥ പേര്. 1911 ജനുവരി 31 ജനനം. ദാരിദ്ര്യമടക്കമുള്ള പ്രയാസങ്ങൾ നേരിട്ടാണ് വളർന്നത്. 12-ാം വയസ്സിൽ ചുഴലിക്കാറ്റിൽ കാഴ്ച ശക്തി പൂർണ്ണമായും നഷ്ടമായി. കാഴ്ച പോയതിനു ശേഷമാണ് അവർക്ക് ഭാവി പ്രവചിക്കാനുള്ള അത്ഭുത സിദ്ധി ലഭിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. വിപ്ലവകാരി എന്ന മുദ്രകുത്തി ബാബ വാങ്കയുടെ അച്ഛനെ അധികൃതർ ജയിലിലടച്ചിരുന്നു. കുട്ടിക്കാലത്ത് തന്നെ അമ്മയെയും നഷ്ടമായി. ഇതോടെ ബന്ധുവീടുകളിൽ മാറി മാറി താമസം. പിന്നീട് ബൾഗേറിയൻ സൈനികനെ വിവാഹം കഴിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് വാങ്ക ശ്രദ്ധയാകർഷിക്കപ്പെട്ടു തുടങ്ങിയത്. ബൾഗേറിയൻ രാജാവടക്കം അവരെ കാണാനെത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നു. 1996 ബാബ വാങ്ക അന്തരിച്ചത്. വാങ്കയുടെ മരണശേഷം അവരുടെ പ്രവചനങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടക്കം ട്രെൻഡായി മാറി. ഇതെങ്ങനെ സംഭവിച്ചുവെന്ന പലർക്കും അത്ഭുതമായി. പല സന്ദർഭങ്ങളിലും അവരുടെ പ്രവചനങ്ങൾ ജോലിക്കാർ എഴുതി സൂക്ഷിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതേസമയം ടെഹ്റാനിലെ സുപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുള്ള ഈ നീക്കം ആണവായുധ ഭീഷണി ഇല്ലാതാക്കാനാണ് എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും വ്യക്തമാക്കിയത്. ഇറാനിലെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയുടെ ഓഫീസിന് സമീപം ആദ്യ ആക്രമണം നടക്കുകയും പിന്നീട് ഖമനേയുടെ ഓഫീസ് തന്നെ നിലംപതിക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്തു. ഇതിനെ തുടർന്ന് സുരക്ഷ സ്ഥാനത്തേക്ക് മാറ്റിയിരുന്നുവെങ്കിലും ആ സുരക്ഷയെല്ലാം മറികടന്നാണ് ഇസ്രായേൽ ഖമേനിയെ ഭേദിച്ചത്. നിലവിൽ ഇരു രാജ്യങ്ങളും തങ്ങളുടെ വ്യോമപാതകൾ പൂർണ്ണമായും അടച്ചു കഴിഞ്ഞു. ലോകമെമ്പാടും വലിയ ഭീതിക്ക് കാരണമാക്കി. നിലവിലെ ഈ സാഹചര്യങ്ങൾ ബാബ വാങ്കയുടെ പ്രവചനങ്ങളുമായി ഒത്തുപോകുന്നതാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ പലരും അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് യുഎസിന്റെ സൈനിക നീക്കത്തെ ന്യായീകരിക്കുകയും ഇറാനിലെ ജനങ്ങളോട് തങ്ങളുടെ ഗവൺമെന്റിനെ ഏറ്റെടുക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. അതേസമയം US ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിന് മറുപടിയായി ഇറാൻ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 ആരംഭിച്ചു കഴിഞ്ഞു. US നാവികസേനയുടെ കപ്പലുകൾക്കും സൈനിക താവളങ്ങൾക്കും നേരെ ഇറാൻ ആക്രമണം നടത്തിക്കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി റിയാദ്, ദുബായ്, അബുദാബി എന്നിവിടങ്ങളിൽ സ്ഫോടനങ്ങൾ നടന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. നിലവിൽ ഇറാനും ഇസ്രായേലും തങ്ങളുടെ വ്യോമപാതകൾ പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. വാങ്കയുടെ പ്രവചനങ്ങൾ പോലും ഇതൊരു വലിയ ആഗോള ദുരന്തത്തിലേക്ക് വഴിമാറുമോ എന്ന ആശങ്കയിലാണ് ലോകം.
പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഗൾഫ് മേഖലയെ യുദ്ധഭീതിയുടെ മുൾമുനയിലാഴ്ത്തി ഇറാൻ ആക്രമണം കടുപ്പിക്കുന്നു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സഖ്യരാജ്യങ്ങളെയും US സൈനിക താവളങ്ങൾ നിലകൊള്ളുന്ന ഇടങ്ങളെയും ലക്ഷ്യമിട്ടാണ് ഇറാന്റെ പ്രത്യാക്രമണം. ഇതാദ്യമായി മധ്യസ്ഥ രാജ്യമായ ഒമാന് നേരെയും ആക്രമണം ഉണ്ടായി എന്നത് മിഡിൽ ഈസ്റ്റിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. മേഖലയിലെ സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകാറുള്ള ഒമാനെ പോലും ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം വ്യാപിപ്പിച്ചു. ദുഃഖം തുറമുഖത്ത് 2 ഡ്രോണുകൾ പതിച്ചു. ഒരു പ്രവാസി തൊഴിലാളിക്ക് പരിക്കേറ്റു. ഇന്ധന ടാങ്കുകൾക്ക് സമീപമാണ് ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണത്. വൻ ദുരന്തം തലനാരിഴയ്ക്കാണ് ഒഴിവായത്. ഒമാനിലെ ഖസബ് തുറമുഖത്തിന് സമീപം ഓയിൽ ടാങ്കർ കപ്പലിന് നേരെയും ആക്രമണം ഉണ്ടായി. 15 ഇന്ത്യക്കാരും 5 ഇറാനികളും ഉണ്ടായിരുന്ന സ്കൈലൈറ്റ് എന്ന ഓയിൽ ടാങ്കിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. പരിക്കേറ്റ 4 ജീവനക്കാരെ ഒമാൻ മാരിടൈം സെക്യൂരിറ്റി സെന്റർ രക്ഷപ്പെടുത്തി. 15 ഇന്ത്യക്കാർ, 5 ഇറാൻ പൗരന്മാർ എന്നിവരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. 4 ജീവനക്കാർക്ക് പരിക്കേറ്റു. ഒമാൻ സമുദ്ര സുരക്ഷാ കേന്ദ്രമാണ് ഇടപെട്ടത്. രാജ്യത്തിന്റെയും നിവാസികളുടെയും സുരക്ഷയെ ബാധിക്കുന്ന ഏത് സാഹചര്യത്തെയും നേരിടാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ഹോർമോസ് കടലിടുക്കിന്റെ നിയന്ത്രണം പങ്കിടുന്ന ഒമാനെതിരെയുള്ള നീക്കം ഇറാന്റെ സാമ്പത്തിക താൽപര്യങ്ങളെ പോലും ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. എങ്കിലും മേഖലയിലെ 27 US വ്യോമതാവളങ്ങൾ തകർത്തായതായാണ് ഇറാന്റെ സൈന്യമായ IRGC അവകാശപ്പെടുന്നത്.